മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 23-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന ഭാഗത്താണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സ്വലാത്തിൻ്റെ മഹത്വങ്ങളാണ് പറഞ്ഞത്. ഇന്ന് പറയാനുള്ളത് സ്വലാത്ത് പ്രത്യേകം സുന്നത്തുള്ള, സ്വലാത്ത് നിർവഹിക്കൽ പ്രത്യേകം സുന്നത്തുള്ള പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാ ദാമൽ മലവാൻ. അല്ലാഹുവേ, നീ നിൻ്റെ സമുന്നതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടത്തോട് ബന്ധമുള്ളവർക്കും എക്കാലവും നിൻ്റെ പ്രകീർത്തനവും രക്ഷയും നിൻ്റെ ബറക്കത്തും നീ നൽകണേ. അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആന്തരികമായ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് ത്വലബുസ്സലാത്തി അലൈഹി ഫി ഔഖാത്തിൻ വ അഹ്വാൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് നിർവഹിക്കൽ തേടപ്പെടുന്നു, ശരീഅത്തിൽ നിയമമായി തേടപ്പെടുന്നു. അള്ളാഹുവും റസൂലും മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെടുന്നു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണം. ഫി ഔഖാത്തിൻ, പ്രത്യേകമായ ചില സമയങ്ങളിൽ, വഅഹ്വാലിൻ, പ്രത്യേകമായ ചില സന്ദർഭങ്ങളിലും. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങളും സമയങ്ങളും? ഖാലൽ ഇമാമാൻ, ഇമാം ഖസ്തലാനി മസാലിക്കുൽ ഹുനഫ, സ്വലാത്തിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥം മസാലിക്കുൽ ഹുനഫ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇമാം ഖസ്തലാനി പറഞ്ഞു, ഇമാമാനി, രണ്ട് ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഖസ്തലാനി ഇമാമും മറ്റൊന്ന് ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ലയും. ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല അവരുടെ അദ്ദുറുൽ മൻദൂദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇന്ദ ദിക്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദർഭം, നബി തങ്ങളെ പേര് കേൾക്കുന്ന സന്ദർഭത്തിലൊക്കെ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഫഹുവ ബഖീലുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിലുണ്ട്, ഒരാളുടെ അടുത്ത് എൻ്റെ പേര് പറയപ്പെട്ടു, അവൻ എൻ്റെ പേര് കേട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ചൊല്ലിയില്ല എങ്കിൽ അവന് ലുബ്ധനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിലുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. നിർബന്ധമില്ല, സുന്നത്തുള്ളൂ എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയുന്നുണ്ട്. ആ സന്ദർഭത്തേക്കും എൻ്റെ പേര് പറയുന്നിടത്തെല്ലാം സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞ ആ തേട്ടം, സ്വലാത്ത് ചൊല്ലണം എന്നുള്ള കൽപ്പന അങ്ങോട്ടും ബാധകമാണ്. കാരണം എന്തുകൊണ്ട്? ബാങ്ക് കൊടുക്കുന്ന ആൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞ ശേഷം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട്. പക്ഷേ മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ, അത് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ശേഷം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട്. അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ കേൾക്കുന്ന ആൾക്ക് പറയൽ സുന്നത്തുണ്ട്. ആ സുന്നത്തിൻ്റെ ഭാഗമാണ് ബാങ്ക് കൊടുക്കുന്ന ആൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നീട്ടിയിട്ടാണല്ലോ ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന ആൾക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സുന്നത്തുണ്ട്. അതേ സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് കേൾക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കേട്ടതിലേക്ക് സ്വലാത്ത്
ചൊല്ലാം. കാരണം ആ സ്വലാത്ത് ചൊല്ലുന്നത് ബാങ്കിന് ഉത്തരം കൊടുക്കുന്നതിന് വിലക്കുന്നില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാങ്കിന് ഉത്തരം കൊടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ കഴിഞ്ഞ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെയും പറയാം. ലൈലത്തുൽ ജുമുഅത്തി, അതേ സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇമാമും മാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് നിസ്കാരത്തിൽ മുത്തുനബിൻ്റെ പേര് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സൂറത്തുൽ ഫത്ഹിലാണ് ആ ആയത്തുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണോ നിസ്കാരത്തിൽ? അങ്ങനെ ഇമാമ് ഓതിയാൽ, നിസ്കാരമല്ലാത്ത സമയത്ത് ഒരാൾ ഓതുന്നത് കേട്ടാൽ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്, അത് പറയേണ്ടതില്ലല്ലോ. നിസ്കാരത്തിൽ ഇമാം അങ്ങനെ ചൊല്ലിയാൽ മഅ്മൂമിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണോ? അത് ചില കിതാബിൽ കാണും അങ്ങനെ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്ന്. ചില കിതാബിൽ സ്വലാത്ത് ചൊല്ലൽ അവിടെ കറാഹത്താണ് എന്നൊക്കെ കാണും. അതേ സമയത്ത് മറ്റു ചില കിതാബുകളിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്നും കാണും. അതിൻ്റെ അർത്ഥം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ, അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത് തന്നെയാണ്. പക്ഷേ സുന്നത്ത് ആവണമെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, അത് സുന്നത്താണ്. മഅ്മൂമിന് മഅ്മൂമ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വസല്ലം, അങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിൻ്റെ പേര് പറഞ്ഞ സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതല്ല, അത് കറാഹത്താവും. കാരണം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അത് അത്തഹിയ്യാത്തിലുള്ളൊരു ഫർളാണ്. നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർവഹിക്കേണ്ട ആ ഫർളിനെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോരൽ, മറ്റൊരു ഭാഗത്ത് നിർവഹിക്കൽ, അത് കറാഹത്താ. അത് നിസ്കാരം ബാത്തിലാക്കുന്ന ഒരു അഭിപ്രായം ഉണ്ടായതുകൊണ്ട് നമ്മുടെ അടുത്ത് അത് കറാഹത്താണ്. അതുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ് സ്വലാത്തെല്ലാം പാടില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. വലൈലത്തുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച രാത്രിയും, വെള്ളിയാഴ്ച രാത്രി അത് ആ സമയം, വെള്ളിയാഴ്ച രാത്രി സ്വലാത്തിന് പ്രത്യേകം പുണ്യമുള്ള, സ്വലാത്ത് പെരുപ്പിക്കൽ പ്രത്യേകം അള്ളാഹു റസൂലും പ്രത്യേകം കൽപ്പിച്ച സമയമാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവ് വയൗമഹ, വെള്ളിയാഴ്ചയുടെ പകലും. വെള്ളിയാഴ്ച പകല് സ്വലാത്ത് ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട്, പ്രത്യേകം അതിന് ശ്രേഷ്ഠതകളും പ്രത്യേകം പ്രതിഫലങ്ങളും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയാൽ സൂറത്തുൽ കഹ്ഫ് ഓതും. ആ സൂറത്തുൽ കഹ്ഫ് ഓതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠം അവിടെ ഖുർആൻ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം അവിടെ സ്വലാത്ത് ചൊല്ലുന്നതിനാണ് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സ്വലാത്ത് നിർവഹിക്കുന്നതിന് പ്രത്യേകം സുന്നത്തുണ്ട്, പ്രത്യേകം പുണ്യമുണ്ട്. വഫീ നഹ്ബിൽ ഖുതബി, പ്രസംഗങ്ങൾ ഖുതുബകൾ പോലത്തെ സന്ദർഭങ്ങളിൽ മിനശ്ശിആൻ, മുഖ്യമായ കാര്യങ്ങളാൽ എന്തെല്ലാം മുഖ്യമായ ശരീഅത്തിൽ ദീനിൽ മുഖ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ സ്വലാത്ത് സുന്നത്ത് തന്നെ. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വറഫഅന ലക ദിക്റക, നബിയെ അങ്ങയെ പറയൽ, അങ്ങയുടെ പരാമർശം നാം ഉയർത്തിയിരിക്കുന്നു ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം ഇമാമിങ്ങൾ പറഞ്ഞത് ലാ ഉദ്കറു ഇല്ലാ വദുകിർത മഈ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്.
അള്ളാഹു പറയാണ്, എന്നെ എവിടെ പറയപ്പെടുന്നു അവിടെ നിങ്ങളെയും എൻ്റെ കൂടെ പറയപ്പെടും. അപ്പോൾ അള്ളാഹുവിനെ പറയപ്പെടുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പറയപ്പെടുന്നുണ്ട്. അതാണല്ലോ നിസ്കാരത്തിൽ അള്ളാഹുവിനെ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ നമ്മൾ പറയുന്നു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഉടനെ അതുപോലെ വുദുണ്ടാക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വുദുണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ അവിടെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. പിന്നെ ഖുത്ബയിൽ ഇമാമ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും ഖതീബ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ അബ്ദുഹു വ റസൂലുഹു. ഇങ്ങനെ അള്ളാഹുവിനെ പറയുന്നിടത്തൊക്കെ മുത്തനബിനെ പറയാൻ വേണ്ടി അള്ളാഹു ദീനിൽ നിയമം വെച്ചിട്ടുണ്ട്. അപ്പോൾ വഫീ നഹബിൽ ഖുതബി, ഖുതുബ പോലെയുള്ള കാര്യങ്ങളിൽ ഖുതുബ പലതിനും നിർവഹിക്കും. വെള്ളിയാഴ്ച ഖുതുബയുണ്ട്, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾ നിസ്കാരം, ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ഖുതുബയുണ്ട്. മഴയെ തേടുന്ന നിസ്കാരത്തിലേക്ക് ഖുതുബയുണ്ട്, ഗ്രഹണ നിസ്കാരങ്ങൾക്ക് ഖുതുബയുണ്ട്, നിക്കാഹ് ചൊല്ലി നിർവഹിക്കുന്നതിനിക്ക് ഖുതുബയുണ്ട്, നിക്കാഹ് നിർവഹിക്കുന്നതിന് മുമ്പ്. ഇങ്ങനെ അതുപോലെ വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഖുതുബയുണ്ട്, നിശ്ചയത്തിൻ്റെ സമയത്ത് ഖുതുബയുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഖുതുബ സുന്നത്തുണ്ട്. ഈ ഖുതുബക്ക് നിർവഹിക്കുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വഫീ അവ്വലി ദുആഇ, പ്രാർത്ഥനയുടെ തുടക്കത്തിലും ദുആ ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടേ ദുആ ചെയ്യാൻ പാടുള്ളൂ. സ്വലാത്തിൻ്റെ മുമ്പ് ഹംദ് വേണം. അള്ളാഹുവിനെ പറയലാണ് ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറഞ്ഞ ഉടനെ സ്വലാത്ത് നിർവഹിക്കണം. മലയാളത്തിലോ ഏത് ഭാഷയിൽ ദുആർക്കാണെങ്കിലും ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ കബൂലാക്കാൻ ആവശ്യമാണ് ഹംദ്. ഹംദിൻ്റെ ശേഷം സ്വലാത്ത് എപ്പോഴും വേണം. ചില ആളുകളൊക്കെ മലയാളത്തിൽ അങ്ങോട്ട് ദുആ ചെയ്യും, അതിൻ്റെ തുടക്കം കുറേ മലയാളത്തിൽ ദുആ ചെയ്യും, പക്ഷേ ആ ദുആ തുടങ്ങുമ്പോഴുള്ള മര്യാദ പാലിച്ചിട്ടുണ്ടാവില്ല. ദുആ തുടങ്ങുമ്പോഴുള്ള മര്യാദ അള്ളാഹുവിൻ്റെ ഹംദാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന് പറയലാണ്, അള്ളാഹിനെ സ്തുതിക്കലാണ്. അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ മറ്റു വാക്കുകൾ കൊണ്ട് സ്തുതിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം അള്ളാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ, ആ സ്തുതി അള്ളാഹ് സ്വീകരിച്ചാൽ പിന്നെ എന്താ എനിക്ക് വേണ്ടത് അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹ് വെറുതെ തരും. അപ്പോൾ ഭക്തിപൂർവവും മനസാന്നിധ്യത്തോടു കൂടെയും ഒരു പ്രാർത്ഥന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അതിൻ്റെ തുടക്കത്തിലുള്ള ഹംദിൻ്റെ സന്ദർഭവും സ്വലാത്തിൻ്റെ സന്ദർഭവുമാണ്. അപ്പോൾ അതാ വഫീ അവ്വലി ദുആഇ, ദുആയുടെ തുടക്കത്തിൽ സ്വലാത്ത് വേണം. ഔസത്തിഹി, ദുആന്റെ മധ്യഭാഗത്തും ഇടയിലും സ്വലാത്ത് വേണം. ആഖിരിഹി, ദുആന്റെ അവസാന ഭാഗത്തും സ്വലാത്ത് വേണം. ദുആ ചെയ്യുമ്പോൾ ആദ്യത്തിൽ സ്വലാത്ത് വേണം, അവസാനത്തിലും സ്വലാത്ത് വേണം. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഫുഖഹ ഒക്കെ പറഞ്ഞൊരു വിഷയമാണ്. മധ്യത്തിലും സ്വലാത്ത് വേണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്നിടത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മധ്യത്തിലും സ്വലാത്ത് വേണം. എന്താ അതിൻ്റെ രഹസ്യം? നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് അല്ലാഹു തആല എന്തായാലും സ്വീകരിക്കും. അപ്പോൾ ആദ്യത്തിൽ സ്വലാത്തില്ലേ, അത് അല്ലാഹ് സ്വീകരിച്ചു. ഒരൊറ്റ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനൻ്റെ തുടക്കത്തിൽ സ്വലാത്തില്ലേ, അത് അല്ലാഹ് സ്വീകരിച്ചു. ആ പ്രാർത്ഥനൻ്റെ അവസാന ഒരു കാര്യമാണ്, അതും അല്ലാഹ് സ്വീകരിച്ചു. പിന്നെ എൻ്റെ അടിയിൽ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞു. അത് ആദ്യവും അവസാനവും സ്വീകരിച്ച ഉദാരനായ അള്ളാഹു, റഹീമായ അള്ളാഹു ഒരിക്കലും ആദ്യത്തും അവസാനത്തും കാര്യം സ്വീകരിച്ചിരിക്കണം. എൻ്റെ അടിയിൽ പറഞ്ഞത് പിന്നെ സ്വീകരിക്കാതിരിക്കൂല എന്നാ. അതുകൊണ്ട് ആണ് ആദ്യത്തിലും അവസാനത്തിലും സ്വലാത്ത് വേണമെന്ന് പറയാൻ കാരണം. അതുപോലെ മധ്യഭാഗത്തും കൂടെ സ്വലാത്ത് ഉണ്ടായാൽ വിശേഷമായി, ഭംഗിയായി. വഇദ് യഖൂമു മിനൽ മജ്ലിസി ജാലിസാൻ
ഒരു സദസ്സിൽ നിന്ന് രണ്ടാൾ എഴുന്നേൽക്കുമ്പോൾ അപ്പോഴും വേണം സ്വലാത്ത് നിർവഹിക്കുക. അത് പ്രത്യേകം സുന്നത്തുണ്ട്. വഅഖിബൽ വുളൂഇ, വുളൂ ചെയ്ത ഉടനെ സ്വലാത്ത് സുന്നത്തുണ്ട്. വുളൂവിൻ്റെ ദുആ ഉണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതത്വഹിദീൻ വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. ആ ദുആ ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അങ്ങനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സ്വലാത്ത് അവിടെ നിർവഹിക്കണം. വൽ ഗുസ്ലി, സുന്നത്തോ നിർബന്ധമോ ആയ കുളി, ആ കുളിയുടെ ശേഷവും വുദൂവിൻ്റെ ശേഷം സുന്നത്തുള്ള ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ കുളിക്ക് ശേഷവും സുന്നത്താണ്. കുളിയുടെ ഉടനെ. വത്തയമ്മുമി, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് അതിന് പകരമായി അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മണ്ണ് കൊണ്ടുള്ള ശുദ്ധീകരണം. അതിനാണ് തയമ്മുമ് എന്ന് പറയുക. ഈ 3 ശുദ്ധീകരണത്തിൻ്റെ സമയത്തും അതിൽ നിന്ന് വിരമിച്ച ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വുദൂവിൻ്റെ ശേഷം സുന്നത്തുള്ളത് 3 സന്ദർഭത്തിലും സുന്നത്തുണ്ട്. വൽ മക്തൂബാത്തി, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിന് ശേഷമായി പറയുന്നത് സ്വലാത്ത് സുന്നത്തുണ്ട്. അത് ആരാ പറയുന്നത്? ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷിഹാബുദ്ദീനുൽ ഖസ്തല്ലാനിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്ത് നമ്മളിപ്പോൾ നിർവഹിക്കുന്നത് ദുആ ചെയ്യുന്ന സമയത്ത് ഇമാമും മഅ്മൂമും ഒക്കെ ദുആന്റെ അവസാനം സ്വല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എല്ലാവരും ദുആയുടെ അവസാനം ചൊല്ലുമല്ലോ. ആ സ്വലാത്ത് കൊണ്ട് മതിയാകും. സ്വലാത്ത് സുന്നത്തുണ്ട് 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം. ആ സ്വലാത്ത് ചൊല്ലിയാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ പുറമെ വേറെ 3 or 5 സ്വലാത്തൊക്കെ, സ്വലാത്ത് എത്ര കുറച്ചും തോന്നിയൊക്കെ ചൊല്ലാം. വൽ ഇഖാമത്തി, ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവസാനം പറയാം. അതിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലിം എന്ന് പറയാം. എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ, അത് ചൊല്ലണമല്ലോ ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ശേഷം. എന്നിട്ടാണല്ലോ നിസ്കാരത്തേക്ക് നിൽക്കുക. അപ്പോൾ ഇഖാമത്തിൻ്റെയും വൽ അദാനി ബാങ്കിൻ്റെയും ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. വ ഖബ്ല തഹജ്ജുദി, തഹജ്ജുദ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മുമ്പ് സ്വലാത്ത് സുന്നത്തുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ഇല്ലാൽ ആ സ്വലാത്ത് കൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിലുള്ള വസ്വാസ് കുറഞ്ഞു പോകും. തഹജ്ജുദ് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവാനൊക്കെ കാരണമാവും, വസ്വാസ് കുറയാൻ കാരണമാവും ആ സ്വലാത്ത്. വബഅദ, തഹജ്ജുദ് നിസ്കരിച്ച ശേഷവും സ്വലാത്ത് സുന്നത്തുണ്ട്. അത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. വഇൻദ ദുഖൂലിൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞിട്ട് വലത് കാലം മുന്തിച്ചിട്ടാണ് പള്ളിയിൽ പ്രവേശിക്കുക. അപ്പോൾ ബിസ്മി ചൊല്ലി അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലി പ്രവേശിക്കുമ്പോൾ സ്വലാത്തും കൂടെ ചൊല്ലൽ സുന്നത്തുണ്ട്. വൽ ഖുറൂജി മിന്നു, പള്ളിയിൽ നിന്ന്
പള്ളിയിൽ കയറുമ്പോഴുള്ള സ്വലാത്ത് പള്ളിയിൽ കയറിയതിന് ശേഷം പള്ളിൻ്റെ അദബൊക്കെ പാലിക്കാനും ആ പള്ളിയിൽ വെച്ച് അള്ളാഹു തആല കബൂലാക്കുന്ന വിധത്തിലുള്ള ഇബാദത്തൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് ഉണ്ടാവാനാണ് ആ സ്വലാത്ത്. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ട്. അത് ഇടത്തെ കാലം മുന്തിച്ചിട്ട് അല്ലാഹുമ്മന്നി അസ്അലുക മിൻ ഫളലിക എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തു പോകുക. അന്നേരവും സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ പുറത്തു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാവലും, പുറത്ത് സാധാരണ പോവൽ ദുനിയാവ് തേടാൻ വേണ്ടിയും റിസ്ക് തേടാൻ വേണ്ടിയാണല്ലോ പള്ളിയിൽ നിന്ന് മുമ്പിനിങ്ങൾ പുറത്തു പോകുക. അപ്പോൾ അതിൽ വർക്കത്തുണ്ടാകാനൊക്കെയാണ് ആ സ്വലാത്ത്. വദുഖൂലിദ്ദീറാൻ, വീട്ടിൽ പ്രവേശിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ദീറാൻ എന്ന വീടുകൾ, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്തുണ്ടാവാൻ കാരണം വീട്ടിൽ നല്ല നൂറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി. വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോൾ വലത് കാലം മുന്തിച്ച് വീട്ടിലേക്ക് കയറണം. ബിസ്മി ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറിയാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവും. വഫീ ത്വർഫൈന്നാർ, പകലിൻ്റെ രണ്ട് അറ്റങ്ങളിൽ, പകൽ തുടങ്ങുന്ന സമയം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പ്രത്യേകം സ്വലാത്ത് സുന്നത്തുള്ള ടൈമാണ്. അതുപോലെ പകൽ അവസാനിക്കുന്നത് മഗ്രിബിൻ്റെ അല്പം മുമ്പാണ്. മഗ്രിബിൻ്റെ അല്പം മുമ്പും സ്വലാത്ത് സുന്നത്താണ്. ഖുബൈലൻ നൗമി, പകലിൻ്റെ തുടക്കത്തിൽ സ്വലാത്ത് സുന്നത്തുണ്ടാകാൻ കാരണം എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ച ശേഷം സ്വലാത്ത് ചൊല്ലിയിട്ട് ദിനം തുടങ്ങിയാൽ, എൻ്റെ ഉപ്പാക്കൊക്കെ പതിവുണ്ടായിരുന്നു സുബഹി നിസ്കരിച്ച ശേഷം സ്വലാത്തു നാരിയത്ത് കുറേ ചൊല്ലിയിരിക്കും. അപ്പം അങ്ങനെ കുറേ സുബഹി നിസ്കരിച്ച ശേഷം സ്വലാത്ത്, ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ദിവസത്തെ തുടങ്ങിയാൽ ആ ദിവസത്തിന് നല്ല നൂറും ബർക്കത്തും ഉണ്ടാവും. ആ ദിവസത്തിൽ റിസ്കിൽ ബർക്കത്തുണ്ടാവും, എല്ലാ വിഷയത്തിലും ബർക്കത്തുണ്ടാവും. പിന്നെ മഗ്രിബിൻ്റെ മുമ്പ് ദിവസം അവസാനിക്കുകയാണ്, അന്നേരം സ്വലാത്ത് ചൊല്ലാൻ കാരണം ആ ദിവസത്തിൻ്റെ ഹുസ്നുൽ ഖാത്തിമയാണത്. ദിവസത്തിനും രാത്രിക്കൊക്കെ ഹുസ്നുൽ ഖാത്തിമയും സൂഉൽ ഖാത്തിമയുണ്ട്. അള്ളാഹു സൂഉൽ ഖാത്തിമയിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. മോശപ്പെട്ട അന്ത്യം അതാ സൂഉൽ ഖാത്തിമ. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല അന്ത്യം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ, ഒരാളുടെ വയസ്സിൽ ഒരു ദിവസം കഴിയുക എന്ന വലിയൊരു സംഭവമാണല്ലോ അത്. ആ ദിവസത്തിൻ്റെ അന്ത്യമാണ് മഗ്രിബിൻ്റെ മുമ്പുള്ള ടൈം. അന്നേരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ആ ദിക്ർ സുന്നത്തുണ്ട്. അതുപോലെ സ്വലാത്തും സുന്നത്തുണ്ട്. ആ സ്വലാത്തിലോ ദിക്റിലോ ആയിട്ട് മഗ്രിബിന് അങ്ങ് വാങ്ങൊടുക്കുന്നതിൻ്റെ മുമ്പ് ആ ദിക്റായിരിക്കുമ്പോൾ വാങ്ങണം കൊടുത്താൽ അവിടെ ഹുസ്നുൽ ഖാത്തിമയായി ആ ദിവസത്തിൽ. ഖുബൈലൻ നൗമി, ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ്. എന്താണത്? ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത്. എന്താ അത്? രാത്രിയുടെ ഹുസ്നുൽ ഖാത്തിമേന്. ഒരാളുടെ രാത്രിയുടെ അവസാനം എന്താ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് അങ്ങ് ഉറങ്ങില്ല, അല്ലെങ്കിൽ അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത കുറേ മോശപ്പെട്ടതൊക്കെ കണ്ടുകൊണ്ട് ഉറങ്ങിയല്ല, യൂട്യൂബിൽ അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ അങ്ങനെ ഉറങ്ങിയല്ല. അപ്പോൾ അത് സൂഉൽ ഖാത്തിമയായി, ആ രാത്രിയുടെ സൂഉൽ ഖാത്തിമയാണത്. മറിച്ച് എങ്ങനെ ഉറങ്ങണ്ടേ? സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങണം. അവസാനത്തെ ദിക്ർ അള്ളാഹുവിൻ്റെ ദിക്റായിട്ട്, ദിക്റും സ്വലാത്തുമായിട്ട് ഉറങ്ങണം. സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഉറങ്ങുക. അപ്പോൾ അത് നല്ല ഹുസ്നുൽ ഖാത്തിമയായി. മുത്തനബിൻ്റെ ഷഫാഅത്ത് കിട്ടാൻ അത് കാരണം. ആ വർക്കിൽ ഒരാൾ മരിച്ചാൽ മുത്തനബിൻ്റെ ഷഫാഅത്ത് ഉണ്ടാവും. വൽ ഖുറൂജ് ലിസ്സൂഖി, അങ്ങാടിയിലേക്ക് പുറപ്പെടുന്ന സമയത്തും, അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോഴും പുറപ്പെടുന്നതിൻ്റെ അല്പം മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് പുറപ്പെടണം. എന്തിനാ?
അങ്ങാടിയിൽ എപ്പോഴും പിശാച്ചുണ്ടാവും. പിശാച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങാടിയാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും വെറുത്ത സ്ഥലം അങ്ങാടിയാണ്. പിശാച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങാടിയാണ്. കാരണം അങ്ങാടിയിൽ എല്ലാ വേണ്ടാത്തരങ്ങളും ഉണ്ടാവും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല രംഗങ്ങളും അങ്ങാടിയിലുണ്ടാവും. അതുകൊണ്ട് അങ്ങാടി അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. അബ്ഗളുൽ ബിഖാഇ ഇലല്ലാഹി തആല അസ്വാഖുഹ എന്ന ഹദീസിലുണ്ട്. ഭൂമിയിലുള്ള ഇടങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹു തആല വെറുക്കുന്ന ഇടം അത് അങ്ങാടികളാണ്. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി തആല മസാജിദുഹ, ഭൂമിയിലെ ഇടങ്ങളിൽ വെച്ച് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് പള്ളിയാണ് എന്നും ഹദീസുണ്ട്. അപ്പോൾ അങ്ങാടിയിൽ പിശാച്ച് പ്രസവിക്കുന്നത്, മുട്ടയിടുന്നത് അങ്ങാടിയിലാണെന്ന് ഹദീസ് കാണാം. അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ ഈമാന് കവർന്നെടുക്കപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷർറിലൊന്നും പെടാതിരിക്കാൻ ആണ് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലി പോകുന്നത്. മറ്റൊന്ന്, അങ്ങാടിയിലേക്ക് പോകുന്നത്, സാധാരണ ഒരു മുഅ്മിൻ അങ്ങാടിയിലേക്ക് പോകുന്നത് വെറുതെ അവിടെ പോയി ഇങ്ങനെ മേപ്പിട്ട് നോക്കി ഇരിക്കാൻ പോകൂല, അല്ലെങ്കിൽ അങ്ങാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പോകൂല. അത് തീരെ നല്ല സ്വഭാവം അല്ല. അങ്ങാടിയിലേക്ക് മുഅ്മിന് പോകുന്നത് അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുവാനോ വിൽക്കുവാനോ ആണ് പോകുന്നത്. അപ്പോൾ ആ ഇടപാട്, വാങ്ങുക വിൽക്കുക, നല്ല ലാഭകരമായ രൂപത്തിൽ വാങ്ങാൻ, ലാഭകരമായ രൂപത്തിൽ വിൽക്കാൻ, അതിന് ബർക്കത്തുണ്ടാവാനാണ് ആ സ്വലാത്ത് ചൊല്ലുന്നത്. വദബിഹിൽ ഹയവാൻ, ഒരു ജീവിയെ അറുക്കപ്പെട്ട് ഭക്ഷിക്കപ്പെടാൻ പറ്റുന്ന ജീവിയെ അറുക്കുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതെന്തിനാ അന്നേരം സ്വലാത്ത് ചൊല്ലുന്നത്? ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ അറക്കണത്. ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. അറക്കുന്ന മൃഗത്തിന് കത്തിവെച്ച് നമ്മൾ അറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. അന്നേരം സ്വലാത്ത് ചൊല്ലലും സുന്നത്തുണ്ട്. അള്ളാഹുവിൻ്റെ പേരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹിനെ എവിടെ പറയുന്ന ആളെ റസൂലിനെയും പറയണമല്ലോ. അപ്പോൾ ബിസ്മി പറയുമ്പോൾ ഈ അറുക്കപ്പെടുന്ന മൃഗത്തിന് അള്ളാഹുവിലും വിശ്വാസമുണ്ട്, റസൂലുള്ളാഹിയിലും വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ അറുക്കപ്പെടുന്ന മൃഗം അവസാനം കേൾക്കുന്നത് ആ മൃഗത്തിൻ്റെ റബ്ബായ, ആ മൃഗം വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പേര്, പിന്നെ ആ മൃഗം വിശ്വസിക്കുന്ന ആ മൃഗത്തിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം മരിക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് ആ മൃഗത്തിൻ്റെ റസൂലായ മുത്തനബിൻ്റെ പേര് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്വലാത്ത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലം. അങ്ങനെ ആ പേര് പറഞ്ഞ് അർക്കപ്പെടുമ്പോൾ ആ മൃഗത്തിനത് സന്തോഷമാണ്. ഒരു മുഅ്മിനു വേണ്ടി ജീവൻ നൽകുക, അർക്കപ്പെടുക എന്ന് പറയുന്നത് ആ ജീവിക്കും അതൊരു സന്തോഷമാണ്. കോഴിയാണെങ്കിലും ആടാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും. വബൈന തക്ബീറാത്തിൽ ഈദൈനി, പെരുന്നാളിൻ്റെ രണ്ട് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, രണ്ട് പെരുന്നാളിൻ്റെ തക്ബീറുകൾക്കിടയിലും സ്വലാത്ത് സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീർ ചൊല്ലിയാൽ ആ തക്ബീർ കഴിഞ്ഞ ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് സാധാരണ പള്ളികളിലൊക്കെ ആ തക്ബീർ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഓരോ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലാറില്ല. ഇടയ്ക്കിടെ ഒരു 10 തക്ബീറൊക്കെ ആയതിന് ശേഷം സ്വലാത്ത് ചൊല്ലാറുണ്ട്. റുകൂബി, തക്ബീറുകൾക്കിടയിൽ സ്വലാത്ത് ചൊല്ലൽ, ഇതൊക്കെ ഈ സുന്നത്ത് വരുന്നത് കാരണം എന്തുകൊണ്ടാണ്? എന്നെ എവിടെ പറയപ്പെടുന്നു അവിടെ നിങ്ങളെയും പറയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണല്ലോ അത്. അപ്പോൾ പെരുന്നാൾക്ക് ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ ആ തക്ബീറിൻ്റെ അടിയിൽ റസൂലുള്ളാഹിയും പറയും ഇടക്കിടക്ക് സ്വലാത്ത്. റുകൂബി,
വാഹനം കയറുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ബിസ്മി ചൊല്ലുന്നു. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലി സ്റ്റാർട്ട് ചെയ്യണം. അപകടങ്ങളിലൊന്നും പെടാതെ ഡ്രൈവിങ്ങിൽ ബർക്കത്തുണ്ടാവണം. അറിയാതെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായി എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല വൃത്തിയായ രൂപത്തിൽ ഡ്രൈവ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ വേണ്ടുക ഉണ്ടാവാൻ ബിസ്മി വേണം. മനസാന്നിധ്യത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡ്രൈവർ ബിസ്മില്ല, അതോടൊപ്പം ഒരു സ്വലാത്തും, ചെറിയൊരു സ്വലാത്തും ചൊല്ലിയ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നോട്ടായി. അതുപോലെ ഡ്രൈവർ മാത്രം ചൊല്ലിയാൽ പോരാ, വണ്ടിയിൽ കയറുന്നവരും ബിസ്മി ചൊല്ലി കയറണം. എന്തോ ചിന്തയിലല്ലേ വണ്ടി കയറേണ്ടത്, ബിസ്മി ചൊല്ലി വണ്ടിയിൽ കയറിയിരിക്കണം. വണ്ടി കയറുമ്പോൾ ബിസ്മില്ലി കയറുക, അല്ലെങ്കിൽ കയറി ഇരുന്നിട്ട് ഡോറെടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു സ്വലാത്തും ചൊല്ലുക. വസ്സഫരി ലിൽ ബുൽദാൻ, നാടുകളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാണ് നമ്മൾ യാത്ര ഇറങ്ങുക. അപ്പോൾ സ്വലാത്തും ചൊല്ലുക, ആ ബിസ്മിൻ്റെ കൂടെ സ്വലാത്തും വേണം. വാഖിബ തൽബിയത്തി, തൽബിയത്തിൻ്റെ ഉടനെ സ്വലാത്ത് സുന്നത്തുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്ത് സുന്നത്തുണ്ട്. വാല സഫാ, സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. സഅയ് ചെയ്യുന്ന സമയത്ത് സഫാ പർവ്വതത്തിൽ നിന്നാണ് സഅയ് തുടങ്ങുക. അപ്പോൾ ആ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് സഅയ് തുടങ്ങുക. അതിന് മുകളിൽ കയറിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുക. പിന്നെ മർവയിലെത്തുമ്പോഴും മർവയിൽ കയറണം എൻ്റെ മോൾക്ക്. ആ മുകളിലെത്തിയാൽ പിന്നെ അവിടെ വെച്ചും സ്വലാത്ത് സുന്നത്തുണ്ട്. വൈന്ദസ്തിലാമിൽ ഹജരി, ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തൽ സുന്നത്തുണ്ട്. തവാഫുകളിലെല്ലാം ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തൽ സുന്നത്തുണ്ട്. അങ്ങനെ ഹജറുൽ അസ്വദിനെ ആരെങ്കിലും തവാഫിലോ അല്ലാത്ത സമയത്തോ തൊട്ടുമുത്തുന്നുണ്ടെങ്കിൽ അന്നേരം സ്വലാത്ത് സുന്നത്തുണ്ട്. വത്തവഫാൻ, തവാഫ് ചെയ്യുന്ന സമയത്തും സുന്നത്തായ തവാഫുണ്ട്, നിർബന്ധമായ തവാഫുണ്ട്. തവാഫ് സ്വന്തം ചെയ്യാൻ പറ്റും ഹജ്ജും ഉംറയൊന്നും ഇല്ലാതെ. പക്ഷേ ഹജ്ജും ഉംറയൊന്നും ഇല്ലാതെ തവാഫ് ചെയ്യുകയാണെങ്കിലും ആ തവാഫ് 7 പ്രാവശ്യം ആവണം. 7 കുറഞ്ഞ പ്രാവശ്യം തവാഫില്ല. ആ 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും ഏത് തവാഫാണെങ്കിലും അതിലൊക്കെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വഫിൽ മുൽത്തസമി, മുൽത്തസം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചും സ്വലാത്ത് സുന്നത്തുണ്ട്. മുൽത്തസം എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിൻ്റെയും കഅബാലയത്തിൻ്റെ ഡോറ്, ഹജറുൽ അസ്വദിൻ്റെ ആ ഭാഗവും കഅബാലയത്തിൻ്റെ ഡോറും അതിൻ്റെ അടിയിലുള്ള സ്ഥലം, അവിടേക്കാണ് മുൽത്തസം എന്ന് പറയുക. അവിടെ തൊട്ട് അവിടെ പിടിച്ചിങ്ങനെ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്. അവിടെ വെച്ച് സ്വലാത്ത് സുന്നത്തുണ്ട്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് മുൽത്തസം. അവിടെ സ്വലാത്തും സുന്നത്തുണ്ട്. അറഫയിൽ അള്ളാഹുവിനെ വല്ലാതെ ദിക്ർ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ദുആ ചെയ്യൽ സുന്നത്തുള്ളതുപോലെ അറഫയിൽ സ്വലാത്ത് സുന്നത്തുണ്ട്. വത്വരീഖ് സിയാറത്തിഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന വഴി, മുത്തനബിയെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന വഴി, പ്ലെയിനിൽ നേരെ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പോണ വഴിക്കലൊക്കെ അങ്ങനെ സ്വലാത്തിൽ പോവുക. മദീനയിലെത്തി ആദ്യം റൂമിൽ ചെന്ന് പിന്നെ മുത്തനബിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നടന്നു പോവുക, അല്ലെങ്കിൽ വണ്ടിയിൽ പോവുക ചെയ്യാൻ അവിടെയും സ്വലാത്തില്ല. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ഉംറയൊക്കെ ചെയ്ത് മദീനയിലേക്ക് മുത്തനബിനെ സിയാറത്ത് ചെയ്യാൻ ബസ്സിലോ മറ്റു വാഹനത്തിലോ പോവുകയാണെങ്കിൽ അവിടെയും അധികവും സ്വലാത്ത് ചൊല്ലിയാണ് വേണ്ടിയത്. സിയമാ ഇൻദൽ ഖുർബി മിൻ ത്വയ്ബത, പ്രത്യേകിച്ച് ത്വയ്ബ എന്ന് പറഞ്ഞാൽ മദീന, മദീനയോട് അടുക്കുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കൽ.
മദീനയോട് അടുക്കും തോറും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വൽ ഉംറാൻ, മദീനയിലെ കെട്ടിടങ്ങളോട് അടുക്കുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. വഇൻദ റുയതി ആസാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ കാണുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്തുണ്ട്. കണ്ടോ? ഷഅർ മുബാറക്ക് കാണുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. തിരുശേഷിപ്പ്, മുത്തുനബിയുടെ വസ്ത്രമോ, മുത്തുനബി ഉപയോഗിച്ച ചെരുപ്പോ, മുത്തുനബിയുമായി ബന്ധമുള്ള ആസാറുകൾ, മുത്തുനബിയുടെ ആസാർ എന്ന് പറയുന്നതിൽ പെട്ടതാണ് ഹിറാ ഗുഹ. മുത്തുനബി കുറേ സമയം ചെലവഴിച്ച ഗുഹയാണ് ഹിറാ ഗുഹയും ഗാർ സൗറും. ഗാർ ഗുഹ, ആ ഗാർ സൗറും ഗാർ ഹിറായും ആ മുത്തുനബിയുടെ ആസാറിൽ പെട്ടതാണ്, തിരുശേഷിപ്പിൽ പെട്ടതാണ്. അങ്ങനെ പല തിരുശേഷിപ്പുകളും മക്കയിലും മദീനയിലൊക്കെ ഉണ്ടല്ലോ. മുത്തുനബിയെ പ്രസവിക്കപ്പെട്ട വീട് മക്കയിൽ ഇപ്പോഴും ഉണ്ടല്ലോ, അത് തിരുശേഷിപ്പിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള തിരുശേഷിപ്പ് കാണുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വമനാസിലിഹി, മുത്തുനബിയുടെ വീടുകൾ കാണുന്ന സമയത്ത്, മുത്തുനബി പ്രസവിക്കപ്പെട്ട വീട്, മുത്തുനബി താമസിച്ച വീട്, അങ്ങനെയൊക്കെ വീടുണ്ടോ? ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മദീനത്തൊന്നും മുത്തുനബി താമസിച്ച വീട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മുത്തുനബിയുടെ വീടുകൾ കാണുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വഇൻദ ഖബരിഹി, മുത്തുനബിയുടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട്. ബി ഖുദ്ആൻ, വലിയ വിനയത്തോടുകൂടെ, വലിയ മര്യാദയോടുകൂടെയും അദബോടുകൂടെയും വിനയത്തോടുകൂടെയും ഖബർ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് സ്വലാത്ത് സുന്നത്തുണ്ട്. വഇൻദ ഉറൂദി ഹാജത്തിൻ, വല്ല ആവശ്യങ്ങളും നമുക്ക് വന്നാൽ, ദുന്യവിയോ ഉഖ്റവിയായ എന്തെങ്കിലും ആവശ്യം, നമുക്കൊരാവശ്യമുണ്ട്, എന്നാലും സ്വലാത്തങ്ങ് ചൊല്ലുന്നെ സുന്നത്താണ്. ആ സ്വലാത്തങ്ങ് ചൊല്ലിയ ആവശ്യം അങ്ങ് വീടും. വൽ ഹമ്മി, മാനസികമായ വിഷമം വരുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്തുണ്ട്. വൽ ഫുഖ്ദാൻ, എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടാൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ആ നഷ്ടപ്പെട്ട സാധനം തിരിച്ചിട്ടും, നമ്മുടെ ഒരു സാധനം എവിടെ വെച്ചത് എന്നറിയില്ല, അല്ലെങ്കിൽ അത് വീണുപോയി, അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെട്ടു, എന്നാൽ അത് കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ ഇത് കിട്ടും. ഞാൻ എത്രയോ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം, ഇന്ന സാധനം നഷ്ടപ്പെട്ടു, സ്വർണ്ണമോ മറ്റോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്വലാത്ത്, ഏത് സ്വലാത്ത് ചൊല്ലിയാലും കിട്ടുന്ന അവിടെ പറഞ്ഞത്, അതിലൊരു പ്രത്യേക സ്വലാത്ത് ചൊല്ലാനുണ്ട്, കുറച്ച് കൂട്ടി കൊടുത്തിട്ട്. ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ച് കിട്ടിയ എത്രയോ സംഭവങ്ങൾ നമ്മളെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അതുണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചിട്ടാണ്. അല്ലാഹുമ്മ യാ ജാമിഅൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി റുദ്ദ അലയ്യ ളാല്ലതി എന്നുള്ള ദിക്ർ. ആ ദിക്ർ, ആ ദുആ ആണത്. ജനങ്ങളൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബേ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ സാധനം എവിടെയെന്ന് എനിക്കറിയില്ല, അതെനിക്ക് തിരിച്ചു കൊണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദിക്ർ പിന്നെ അതൊരു ദുആ ആണ്. ആ ദുആ ചെയ്താൽ മതി. അത് ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് സുജൂദ്. ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും സുജൂദിലായി ആ ദുആ കൊണ്ടുവരിക, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച ശേഷം സമയങ്ങളിലൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ആ ദുആ ചെയ്താൽ ആ സാധനം നഷ്ടപ്പെട്ടത് ഉടൻ തിരിച്ചിട്ടു. അതിൻ്റെ കൂടെ അത് സ്വലാത്തല്ല, ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലേണ്ട, നിസ്കാരം അല്ലാത്ത സമയത്ത് ചൊല്ലിയാൽ മതി.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വ ആലിഹി സ്വലാത്തൻ തറുദ്ദു അലയ്യ ളാല്ലതി. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ആ സാധനം പെട്ടെന്ന് തിരിച്ചിട്ടു. അടുത്തൊരു സഹോദരി അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. എന്നിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അത്ര ദിവസം കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ. എന്നാലും അത് പറഞ്ഞു കൊടുത്ത്, ആ സ്വലാത്ത് പറഞ്ഞു കൊടുത്ത് ആ സഹോദരി അത് ചൊല്ലി അത് തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ സ്വലാത്ത് കൊണ്ട് നേടാൻ കഴിയും. വൈന്ദസ്സറൈ, കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷിയിൽ ബറക്കത്തുണ്ടാവാൻ സ്വലാത്ത് പ്രത്യേകം സുന്നത്തുണ്ട്. വഖദരിർരിജ്ലി, കാല് തരിക്കുന്ന സമയത്ത്, കാല് തരിക്കും, കാല് എടുത്തു വെക്കാൻ പറ്റാത്ത രൂപത്തിൽ കാലിങ്ങനെ തരിക്കുക എന്നാണ് നമ്മളിവിടെയൊക്കെ പറയാം. കാല് തരിച്ചു പോവും. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിലും സ്വലാത്ത് സുന്നത്തുണ്ട്. വത്വനീനിൽ ആദാൻ, ചെവിട് കൂക്കുന്ന സമയത്ത്, ചെവിട് ഇങ്ങനെ ചിലർക്ക് ചില പ്രത്യേക സമയം കൂക്കുന്നത് കാണാം. അങ്ങനെ കൂക്കുന്ന സമയത്തും സ്വലാത്ത് സുന്നത്തുണ്ട്. വഇന്ദ തദക്കുരി മൻസിയിൻ, അതൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളാണ് സൂചിപ്പിക്കുന്നത്, ബലാകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ സ്വലാത്ത് സുന്നത്താണ്. വഇന്ദ തദക്കുരി മൻസിയിൻ, ഒരു കാര്യം മറന്നുപോയി, അത് ഓർമ്മ വരുന്നില്ല, മറന്നുപോയി, ആ മറന്നുപോയത് ഓർമ്മ വരാൻ വേണ്ടി ഓർത്തെടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഓർത്തെടുക്കുമ്പോൾ സ്വലാത്തില്ല, എന്താണിപ്പോൾ ആ കാര്യം അങ്ങനെ ഓർമ്മ വരുന്നില്ല, അപ്പോൾ ഒരു സ്വലാത്തില്ല. ആ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഓർമ്മ വരും. മറന്നുപോയ കാര്യം ഓർത്തെടുക്കുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്താണ്. ഔ ഖൗഫി നിസിയാൻ, അല്ലെങ്കിൽ മനപ്പാടമാക്കിയ ഒരു കാര്യം മറന്നു പോകുമോ എന്ന് പേടിക്കുന്ന സമയത്ത് സ്വലാത്തില്ല. അല്ലെങ്കിൽ പിന്നെ നാം ഓർത്ത് വെക്കേണ്ട എന്തെങ്കിലും ഒരു വിഷയം അത് മറന്നു പോകുമോ എന്ന് പേടിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. വലിയുഹ്ഫള കലാമുല്ലാഹി തആല, അല്ലാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ ഹിഫ്ളാകാൻ വേണ്ടി, മനപ്പാടമാക്കപ്പെടാൻ വേണ്ടി സ്വലാത്ത് സുന്നത്താണ്. വിശുദ്ധ ഖുർആൻ ഹിഫ്ളിൽ ബർക്കത്തുണ്ടാവാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഹിഫ്ള് മനപ്പാടത്തിൽ ബർക്കത്തുണ്ടാവാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യം അത് സ്വലാത്താണ് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണാം. വൈന്ദ ഖത്മിൽ ഖുർആൻ, ഖുർആൻ ഖത്മു ഓതി തീരുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്തുണ്ട്. വഇന്ദ നഹീഖിൽ ഹിമാർ, കഴുത, പിന്നെ നഹീഖിൽ ഹിമാരി, കഴുത കരയുന്ന സമയത്ത്, കഴുതയുടെ കരച്ചിലാണ് നഹീഖ് എന്ന് പറയാം. കഴുത കരയുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്ത്. എന്തിനാ? കഴുത കരയുന്ന സമയത്ത് അവിടെ ഒരു പിശാച്ചിൻ്റെ പ്രവർത്തനമുണ്ട്. പിശാച്ചിനെ കണ്ടത് കൊണ്ടാണ് കഴുത, പിശാച്ചിൻ്റെ സാന്നിധ്യമുണ്ടായത് കൊണ്ടാണ് കഴുത കരയുന്നത് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ പിശാച്ചിൽ നിന്ന് കാവൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അവിടെ സ്വലാത്ത് ചൊല്ലുന്നത്. വാഖിബദ്ദംബി, എന്തെങ്കിലും ഒരു പാപം ചെയ്തു പോയാൽ ആ പാപം സംഭവിച്ച, തെറ്റ് സംഭവിച്ച ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതെന്തിനാ? ലി അന്നഹ സ്വലാത്ത് സകാത്തുൽ റൂഹി, ആത്മാവിന് അത് ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. ആത്മാവിന് ശുദ്ധിയാണ് സ്വലാത്ത്. തെറ്റ് എന്ന് പറയുന്നത് ആത്മാവിന് അശുദ്ധിയാണല്ലോ. അപ്പോൾ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ ആത്മാവിനെ ശുദ്ധീകരിക്കും. വല്ലബ്ദാൻ, ശരീരങ്ങൾക്കും ശുദ്ധീകരിക്കുന്ന കാര്യമാണ് സ്വലാത്ത്. ഇനി ചെറിയൊരു ബൈത്തുണ്ട്, അതും കൂടെ അങ്ങോട്ട് ചൊല്ലിയാൽ നമുക്ക് നിർത്താം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഇന്ന സ്വലാത്ത അലാ ത്വാഹല്ലദീ സബഖ കുല്ലൽ വറ ഖുർബത്തുൻ തംഫി ബിഹൽ ഖലഖാ. സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബൈത്ത്. ഇന്ന സ്വലാത്ത അലാ ത്വാഹ, ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അല്ലദീ സബഖ കുല്ലൽ വറ, എല്ലാ ജനങ്ങളുടെയും
മീതെ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വലാത്ത് ഖുർബത്തുൻ, അത് വലിയ ആരാധനയാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ആരാധനയാണ്. തംഫീ ബിഹൽ ഖലഖ, ആ ഖുർബത്ത് കൊണ്ട്, സ്വലാത്താകുന്ന ഇബാദത്ത് കൊണ്ട് നിനക്ക് ഖലഖ് എന്ന് പറഞ്ഞാൽ കർബ്, മനോ ദുഃഖം, വലിയ വിഷമം, ആ വിഷമത്തിനെ നിനക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ലക്കൽ വിഫാഖുൽ ഫിഅലിൽ ഹഖ് മുംതസിലാ, നിനക്ക് അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തോട് നീ സ്വലാത്ത് നിർവഹിക്കലോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തോട് യോജിക്കാൻ കഴിയും. അള്ളാഹു ചെയ്യുന്ന ഫിഅലാണ്, പ്രവർത്തനമാണ് സ്വലാത്ത്. ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന, അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ നീ സ്വലാത്ത് ചൊല്ലുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ചെയ്യുന്ന ഈ കർമ്മം അത് ഒരിക്കലും അപ്രധാനമല്ല, അത് വലിയ പ്രാധാന്യമുള്ള കർമ്മമാണ്. നീ അള്ളാഹുവിനോട് യോജിക്കുകയാണ്. മുംതസില, അള്ളാഹു നിന്നോട് കൽപ്പിച്ച കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് നീ അള്ളാഹുവിനോട് യോജിക്കുന്നു. മഅൽ മലായിക്കി, മലായിക്കത്തിൻ്റെ കൂടെ ഫിസ്സുൽഫാത്തി മുത്തഫിഖാ, നീ മലക്കുകളെ കൂടെ ഒത്തുകൊണ്ട് ആരാധനയിൽ ഒരുമിക്കുന്നു. സുൽഫാത്ത് എന്ന് പറഞ്ഞ ആരാധനകൾ. അപ്പോൾ മലക്കുകളും നീയും ചെയ്യുന്ന ആരാധന ഒരേ ആരാധന. തുതഹിറുൽ ഖൽബ മിൻ ദൈനിൻ വമിൻ ഗഫലി തുകഫിറു ദംബ മിൻ അബ്ദിൻ ബിഹി അബഖ. തുതഹിറുൽ ഖൽബ, സ്വലാത്ത് ഹൃദയത്തെ ശുദ്ധീകരിക്കും. മിൻ റൈനിൻ, ആ ഹൃദയത്തിലുള്ള എല്ലാ കറകളിൽ നിന്നും. വമിൻ ഗഫലി, ഹൃദയത്തിൻ്റെ കറയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. വമിൻ ഗഫലി, അശ്രദ്ധയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. പാപങ്ങളുടെ കറയാണ് ഹൃദയത്തിൻ്റെ കറ. ആ കറയിൽ നിന്ന് ശുദ്ധീകരണം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലണം. അതുപോലെ വമിൻ ഗഫലി, അശ്രദ്ധ കൽബിനിക്കുണ്ടാവുമ്പോൾ അശ്രദ്ധ തീരാൻ സ്വലാത്തും മധുവും വർദ്ധിപ്പിക്കണം. തുകഫിറു ദംബ, സ്വലാത്തുകൾ പാപത്തെ പുറത്തു കളയും, പൊറുപ്പിക്കും. മിൻ അബിദിൻ ബിഹി അബഖാ, മിൻ അബിദിൻ, അടിമയുടെ പാപം, ബിഹി അബഖാ, പാപം ചെയ്യലിലൂടെ അടിമ അള്ളാഹുവിൽ നിന്ന് ഓടി അകലുന്നു. പാപം ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ഓടി അകലുകയാണ്. ആ അകൽച്ചയിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും സ്വലാത്തിലൂടെ. ഇന്ന സ്വലാത്ത ബിതഅലീമിൻ വഹുബ്ബി ഹബി ബില്ലാഹി തുർസിഖു ഫീകൽ ഹുബ്ബ മുതലിഖ. ഇന്ന സ്വലാത്ത ബിതഅലീമിൻ വഹുബ്ബി ഹബീബില്ലാ, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തോടെയും ആദരവോടെയും നീ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് തുർസിഖു ഫീകൽ ഹുബ്ബ, നിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ അത് ഊട്ടി ഉറപ്പിക്കും, അത് ദൃഢമാക്കി കളയും. മുതലിഖ, ആ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അത് ദൃഢമാവലോട് കൂടെ തന്നെ ആ മഹബത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. ആ ഹുബ്ബ് നൂറുള്ള ഹുബ്ബാവും. തഖ്ലീലകൽ ഹാജ വൽ ഇഅദാമു തദ്ഫഉഹു തഅതി ബിഫതിഹിൻ ഇലാ ഖൈറാതിക തുർഖാ. തഖ്ലീലകൽ ഹാജ, സ്വലാത്ത് നിനക്ക് എല്ലാ ആവശ്യങ്ങളും വീട്ടിത്തരും. വൽ ഇഅദാമു തദ്ഫഉഹു, സ്വലാത്ത് ഇല്ലായ്മയെ, ദാരിദ്ര്യത്തെ തടയുന്നതാണ്. തഅതി ബിഫതിഹിൻ ഇലാ ഖൈറാതിക തുർഖാ, സ്വലാത്ത് നിന്റെ എല്ലാ നന്മകളുടെയും നിന്റെ എല്ലാ വിജയങ്ങളിലേക്കും എല്ലാ നന്മകളിലേക്കും വഴി തുറന്നു തരുന്നതാണ്. തസീദുകൽ യുംന ഫീ കുല്ലിൽ ഉമൂരി വതതിൽ ഖബ്റ ഖുറത ഐനിൻ തദ്ഫഉൽ ഫറഖാ. തസീദുകൽ യുംന, സ്വലാത്ത് നിനക്ക് ബറക്കത്ത് ഏറ്റിത്തരും. ഫീ കുല്ലിൽ ഉമൂരി, നിന്റെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് തരും. നീ ഒരു ടീച്ചറാണോ, നിന്റെ ടീച്ചിങ്ങിൽ ബറക്കത്തുണ്ടാവും. നീ ഒരു മുഅല്ലിമാണോ, നിന്റെ തഅലീമിൽ ബറക്കത്തുണ്ടാവും. നീ ഒരു മുദർരിസാണോ, നീ ഒരു അധ്യാപകനാണോ, നിന്റെ അധ്യാപനത്തിൽ ബറക്കത്തുണ്ടാവും. നീ ഒരു വിദ്യാർത്ഥിയാണോ, അതിൽ ബറക്കത്തുണ്ടാവും.
നീ ഒരു കച്ചവടക്കാരനാണോ, നീ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ കച്ചവടത്തിൽ നിറയെ ബറക്കത്ത്. നീ ആരാണെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ബറക്കത്ത് കൂട്ടിത്തരും. വതഅത്തിൽ ഖബറ, മാത്രമല്ല സ്വലാത്ത് നിന്റെ ഖബറിൽ നിന്നെ സമീപിക്കും. ഖുർറത ഐൻ, കൺ കുളിർമയാകുന്ന ഒരു മനുഷ്യരൂപമായി കൊണ്ട്. തദ്ഫഉൽ ഫറഖ, ഖബറിൽ നീ അനുഭവിക്കുന്ന ഭയം, പേടി, ആ പേടിയെ അത് തടയുന്നതാണ്. തുഞ്ചി മിനൽ ഹൗലി യൗമൽ ഹശ്രി മുക്സിറഹ അല സിറാത്തി ലഹു നൂറൻ ബിഹി തലഖ. തുഞ്ചി മിനൽ ഹൗലി യൗമൽ ഹശ്രി, സ്വലാത്ത് മഹ്ശറിൽ എല്ലാ ഭയാനകരമായ അവസ്ഥയിൽ നിന്നും സ്വലാത്ത് രക്ഷപ്പെടുത്തുന്നതാണ്. മുക്സിറ, സ്വലാത്ത് ദുനിയാവിൽ വെച്ച് ചൊല്ലുന്നവനെ. മഹ്ശറിൽ ഇനി സ്വലാത്തില്ലിട്ട് കാര്യമില്ല, അവിടുന്നല്ല സ്വലാത്തല്ലേ വേണ്ടി, കാര്യമില്ല എന്നല്ല, മഹ്ശറിൽ രക്ഷ ഉണ്ടാവാൻ ഇവിടുന്ന് സ്വലാത്തല്ലണം. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനെ മഹ്ശറിൽ സ്വലാത്ത് എല്ലാവിധ ഭയാനകരമായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. അലസ്സിറാത്തു ലഹു നൂറൻ ബിഹി തലഖ, സ്വലാത്ത് അത് ചൊല്ലുന്നവന് സിറാത്ത് പാലത്തിൽ ലംഘുന്ന പ്രകാശമായി വരുന്നതാണ്. അത് കൂരിട്ടാണ് സിറാത്ത് പാലത്തിൽ നല്ല മനുഷ്യന്മാരല്ലാത്തവർക്ക്. പക്ഷെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നല്ല പ്രകാശം. ലൗല സ്വലാത്തു അലാ ത്വാഹ ലമാ ഖുബിലത് മക്തൂബത്തുൻ വദുആഉൻ കൈഫമാ നുസിഖ. ലൗല സ്വലാത്തു, സ്വലാത്തിൻ്റെ മഹത്വം എത്ര, അത് ചുരുക്കി പറഞ്ഞാൽ സ്വലാത്ത് എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചില്ലെങ്കിൽ, അലാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നിർവഹിച്ചില്ലെങ്കിൽ, ലമാ ഖുബിലത്ത് മക്തൂബത്തുൻ, ഒരൊറ്റ ഫർദ് നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ഫർദ് നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വലാത്ത് വേണം. വദുആഉൻ, ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടൂല. കൈഫമാ നുസിഖ, നിസ്കാരവും പ്രാർത്ഥനയും എത്ര ഭംഗിയിൽ നിർവഹിച്ചാലും ആ സ്വലാത്തും ദുആവും സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വലാത്ത് വേണം. അതുകൊണ്ട് ഫസല്ലി ബിൽ ഹുബ്ബി ഫി കുല്ലി ശുഊനി അതാ കന്നൂറു ഫിഹാ വതുബ്ദി ഇൻദകൽ ഉഫുഖാ. ചുരുക്കി പറഞ്ഞാൽ ഫസല്ലി ബിൽ ഹുബ്ബി ഫി കുല്ലി ശുഊനി, നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ സ്നേഹത്തോടുകൂടെ, മുത്തനബിയോടുള്ള മഹബത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ നീ സ്വലാത്ത് ചൊല്ലണേ. അതാക്കന്നൂറു ഫിഹാ, നിന്റെ എല്ലാ കാര്യത്തിലും നീ മഹബത്തോടെ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ എല്ലാ കാര്യത്തിലും നിനക്ക് വെളിച്ചം കാണാൻ, നിനക്ക് വെളിച്ചമെത്തുന്നതാണ്. നിന്റെ എല്ലാ കാര്യത്തിലും നിനക്ക് നൂറ് ലഭിക്കുന്നതാണ്, വഴിത്തിരിവുണ്ടാകുന്നതാണ്, പ്രകാശം ലഭിക്കുന്നതാണ്. തുബ്ദി ഇൻദകൽ ഉഫുഖാ, നിനക്ക് നിന്റെ ചക്രവാളങ്ങൾ പ്രകടമായി കാണും. നിനക്ക് ചുറ്റും നിന്റെ എല്ലാ മേഖലകളും അത് ഫത്ഹായി കിട്ടും, തുറന്നു കിട്ടും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.